ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. SCERT സീരീസിൽ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഈ സബ്ജക്റ്റുകളിൽ ക്ലാസ് നമ്മൾ ഇതിനകം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് SCERT ഹിസ്റ്ററി എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഞാൻ ആ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതുകൂടി കാണുക. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് 7ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠഭാഗം. പിന്നീട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നിലവിൽ ചില പാഠപുസ്തകങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്, പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 5, 7, 9 ക്ലാസ്സുകളൊക്കെ. അപ്പോൾ ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ PSCയുടെ പരീക്ഷകളിൽ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിലവിൽ കഴിഞ്ഞ പരീക്ഷകളിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട്, അഥവാ റിവൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിവൈസ് ചെയ്ത SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിലുള്ള ചില പോയിന്റുകൾ മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. നമുക്കത് എന്തായാലും അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ഭരണഘടന. ഇവിടെ ഒരു പത്ര കട്ടിങ് കൊടുക്കുകയാണ്. രാജ്യം വർണ്ണാഭമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ര കട്ടിങ്ങാണ്. ന്യൂഡൽഹി, രാജ്യം 65ാമത് റിപ്പബ്ലിക് ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. വിശിഷ്ടാതിഥിയുമൊത്ത് രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അവാർഡുകൾ വിതരണം ചെയ്യുകയും സായുധ സേന വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. രാജ്പഥിലൂടെ നീങ്ങിയ റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. ആധുനിക യുദ്ധോപകരണങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ, കലാപ്രകടനങ്ങൾ എന്നിവയാൽ സമ്പന്നമായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. സോ ഇത് നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ര കട്ടിങ്ങാണ്. അപ്പോൾ എന്തുകൊണ്ട് അതിവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, റിപ്പബ്ലിക് ദിനം നമ്മൾ ആചരിക്കുന്നതിന് നമ്മുടെ ഭരണഘടനയുമായിട്ട് അടുത്തൊരു ബന്ധം തന്നെയുണ്ട്, അല്ലേ? വളരെ അടുത്ത ബന്ധമുണ്ട്. സോ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഇവിടെ റിപ്പബ്ലിക് ദിന ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരേഡും ഫ്ലോട്ടും രാഷ്ട്രപതിയുടേതും അതേപോലെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും ജനുവരി 26-ന് നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അല്ലേ? ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രതലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രതലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്, അല്ലേ? സോ ഭരണഘടനയിലേക്ക് വരികയാണ്. ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം, 395 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ, 22 ഭാഗങ്ങൾ, 98 ഭേദഗതികൾ. ഇത് പഴയ കണക്കാണ്. മെയ് 2013 വരെയുള്ള കണക്കാണ്. നിലവിലെ ഭേദഗതി കഴിഞ്ഞിട്ടുള്ള കണക്കുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് അവിടുത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഭരണഘടന അടിസ്ഥാനത്തിലാണ് ഏതൊരു രാജ്യവും പ്രവർത്തിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ
ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. അപ്പോൾ ജനങ്ങളുടെ താല്പര്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നോക്കേണ്ടത്. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിന് വേണ്ടി 2 വർഷവും 11 മാസവും 17 ദിവസമാണ് വേണ്ടി വന്നത്. 2 വർഷം 11 മാസം 17 ദിവസം. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ നോക്കുമ്പോൾ ഇതിൽ നിന്നും ചില വ്യത്യാസങ്ങൾ കാണാൻ കഴിയും, അല്ലെങ്കിൽ മറ്റു ടെക്സ്റ്റുകളിൽ വ്യത്യാസം കാണാൻ കഴിയും. SCRTയിൽ പറഞ്ഞിട്ടുള്ളത് 2 വർഷം 11 മാസം 17 ദിവസം. അപ്പോൾ 3 വർഷം പൂർത്തിയായിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഭരണഘടനാ നിർമ്മാണ സഭയാണ് വന്നത്. ദെൻ അതിനുശേഷമാണ് ഭരണഘടന നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. അപ്പോൾ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. അപ്പോൾ ആദ്യത്തെ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഇതെല്ലാം PYQ ആണ് കേട്ടോ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. അപ്പോൾ സ്ഥിരം അധ്യക്ഷൻ പിന്നീടായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഭരണഘടനയുടെ കീഴിൽ നിരവധി കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഭരണഘടനയുടെ കരട് രേഖ, അതായത് ഒരു മാതൃക അല്ലെങ്കിൽ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദാണ് അല്ലേ, രാജേന്ദ്ര പ്രസാദാണ്. ഇനി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ. അദ്ദേഹം തന്നെയാണ് ഭരണഘടനയുടെ ശില്പി. മാറിപ്പോകരുത്, ഓപ്ഷൻസിൽ എല്ലാ പേരുകളും ഉണ്ടാവും. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. വിശദമായ ചർച്ചകളും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടന നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് 1949 നവംബർ 26 കേട്ടോ. ഓർക്കുക, ആരാണ് അംഗീകാരം നൽകുന്നത്? ഭരണഘടന നിർമ്മാണ സഭയാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചതല്ല. ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ ദിനം നവംബർ 26 എന്നാൽ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ നെഹ്റു ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത് 1949 നവംബർ 26. ഒഫീഷ്യലായിട്ട് അംഗീകരിക്കപ്പെടുന്നത് 1950 ജനുവരി 26, അഥവാ നമ്മുടെ റിപ്പബ്ലിക് ഡേ. ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല SCRT പാഠപുസ്തകങ്ങളുടെയൊക്കെ ആമുഖത്തിൽ തന്നെ, ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ടാകും ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം.
ഇവിടെ ബോൾഡായിട്ട് ഇരിക്കുന്ന പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാരതത്തിലെ ജനങ്ങളായ നാം. അപ്പോൾ ഭരണഘടന സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ്. ഭാരതത്തെ പരമാധികാര, സ്ഥിതി, സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അതിലെ അതിലെ പൗരന്മാർക്കെല്ലാം എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ രാജ്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് പരമാധികാര, സ്ഥിതി, സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഈ ഓർഡർ കൃത്യമായിട്ട് പഠിക്കുക. ഇത് BSc ചോദിക്കാറുണ്ടോ? ആദ്യം പരമാധികാരം, പിന്നെ സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഇത് ഷോർട്ടാക്കിയിട്ടൊക്കെ പസോമൊജറി എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? പസോമൊജറി. ദെൻ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലുമുള്ള സമത്വവും സംപ്രാപ്തമാക്കാനും. അപ്പോൾ പൗരന്മാർക്ക് ഉറപ്പാക്കുന്ന കാര്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം. നീതി, സ്വാതന്ത്ര്യം, സമത്വം. ആദ്യം നീതി പറഞ്ഞു, രണ്ടാമത് സ്വാതന്ത്ര്യം, സമത്വം. നീതി, സ്വാതന്ത്ര്യം, സമത്വം. ഈ ഒരു ക്രമവും പഠിക്കുക. അവർക്ക് എല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പിച്ചുകൊണ്ട് സാഹോദര്യം. അപ്പോൾ സാഹോദര്യവും പറഞ്ഞിട്ടുണ്ട്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ആമുഖം അവസാനിച്ചു. താഴെ പറയുന്നത് ഫുട് നോട്ടാണ് കേട്ടോ, ഫുട് നോട്ടാണ്. അപ്പോൾ ഭരണഘടനയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഡേറ്റ് ഏതാണെന്ന് PSc ചോദിക്കാറുണ്ട്. 1949 നവംബർ 26, അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ആ ഒരു ഡേറ്റാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. 1949 നവംബർ 26. ഇനി ഭരണഘടനയിലെ ഭേദഗതിയെക്കുറിച്ച് ഇതാ ഇവിടെ ഫുട് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. 1976 ഭരണഘടന ഭേദഗതി പ്രകാരം, അഥവാ 42ാം ഭേദഗതിയാണ് കേട്ടോ. ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം, അപ്പോൾ ആദ്യം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം എന്താക്കി? രാഷ്ട്രത്തിൻ്റെ ഐക്യം. അതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പസോമജറിയിൽ അല്ലേ, സ്ഥിതി, സമത്വ, മതേതരത്വ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തു അല്ലേ. സ്ഥിതി, സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തു. സ്ഥിതി, സമത്വ, മതേതരത്വ. സ്ഥിതി, സമത്വവും മതേതരത്വവും പിന്നീട് ആഡ് ചെയ്തതാണ്. ദെൻ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നത് മാറ്റിയിട്ട് എന്താക്കി ചേർത്തു? അഖണ്ഡത അല്ലേ. മേൽപ്പറഞ്ഞ 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടന ഭേദഗതിക്ക് ശേഷം ചേർത്തത്. ഇവിടെ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മതേതരത്വം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ സ്ഥിതി സമത്വവും മതേതരത്വവും രാഷ്ട്രീയത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഇത് രണ്ടും ഭേദഗതിക്ക് ശേഷം ചേർത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ആമുഖം വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ തന്നെ പറഞ്ഞത്. ഇതിന് ശേഷവും അത് പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിൻ്റെ ആമുഖം. അപ്പോൾ അവിടെ കുറേ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമ്മളിനി പറയാൻ പോവാണ്. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ആമുഖം എഴുതിയത് നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും താക്കോലുമാണ് ആമുഖം. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളിലെ ചില തത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ പോവാണ്. നമ്മളാദ്യം പരമാധികാരം പറഞ്ഞു അല്ലേ. അപ്പം എന്താണ് പരമാധികാരം? ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിന് അധികാരം. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ
വിദേശ നയങ്ങളും ആഭ്യന്തര നയങ്ങളും തീരുമാനിക്കേണ്ടത് രാഷ്ട്രം തന്നെയാണ്. പുറത്തുനിന്നുള്ള ഒരു ശക്തികൾക്ക് അവിടെ സ്ഥാനമില്ല. അതാണ് പരമാധികാരം. ദെൻ പസോമജറി അല്ലെ, സോ അപ്പോൾ സോഷ്യലിസ്റ്റ്, അപ്പോൾ അതിൻ്റെ മലയാളമാണ് സ്ഥിതി സമത്വം, പസോ. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. അപ്പോൾ സ്ഥിതി സമത്വം, എല്ലാവർക്കും സമത്വം, അവിടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ ഒന്നും പരിഗണിക്കുന്നില്ല. ദെൻ പസോമ, മതേതരത്വം. ഞാനത് പറയുന്നത് നിങ്ങൾക്ക് ആ ഓർഡർ കിട്ടാനാണ് കേട്ടോ. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അപ്പോൾ രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, ഒരു മതത്തിലും കയറാൻ വേണ്ടി രാഷ്ട്രം നിർബന്ധിക്കില്ല. ആർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം. അപ്പോൾ പസോമ ആയി അല്ലേ, പസോമ. നിജ, ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് ഭരണം നടത്തുന്നത്, അത് നമുക്കറിയാം. ദെൻ റിപ്പബ്ലിക് കൊണ്ടുള്ള ഉദ്ദേശം രാഷ്ട്രതലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും തിരഞ്ഞെടുപ്പിലൂടെയാണ്. അപ്പോൾ അത് പ്രത്യക്ഷമാണോ പരോക്ഷമാണോ എന്നുള്ളത്, പ്രാതിനിധ്യമാണോ എന്നുള്ളത് നമ്മളിനി പറയും. ഓക്കെ അല്ലേ. അപ്പോൾ പസോമജറി എല്ലാ ആശയങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു, ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആമുഖത്തിൽ നിന്ന് ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി പൗരന്മാർക്ക് ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആമുഖത്തിൽ പൗരന്മാർക്ക് ഉറപ്പുവരുത്തുന്ന ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. മേൽപ്പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെയാണ് അല്ലെ. പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. പൗരന്മാർക്ക് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. അപ്പോൾ നമ്മുടെ ഒരു പാർലമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ മൗലിക അവകാശങ്ങൾ പറയുന്നുണ്ട്, മൗലിക കർത്തവ്യങ്ങൾ പറയുന്നുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നുണ്ട്, നിയമവാഴ്ച, അതൊക്കെ എന്താ നമ്മൾ പറയും, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതി, ന്യായ വ്യവസ്ഥ. അപ്പോൾ ഇവിടെ ഒരു 8 സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞു പാർലമെൻ്ററി സംവിധാനം എന്ന് പറഞ്ഞു അല്ലേ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. എന്താണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം? രാജ്യഭരണത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ജനങ്ങൾ പ്രതിനിധികളാക്കിയ സഭയാണ് ജനപ്രതിനിധി സഭ. അപ്പോൾ നമ്മളെ ഭരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. ഇതാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഈ പ്രതിനിധി സഭ പാർലമെൻറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഈ പ്രതിനിധി സഭയുടെ പേരാണ് പാർലമെൻറ്റ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെൻ്ററി സഭ, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. അപ്പോൾ ഈ പ്രതിനിധി സഭ പാർലമെൻറ്റ്, അവർ നടത്തുന്ന ഭരണ സംവിധാനം പാർലമെൻ്ററി ഭരണ സംവിധാനം. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. അപ്പോൾ പാർലമെൻറ്റ് എന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക്, രാജ്യത്തിന് ഉപകാരപ്പെടുന്ന നിയമങ്ങളെ നിർമ്മിക്കുക എന്നുള്ളതാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലും ഒരു സഭയുണ്ടാകും, സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ടാകും. കേന്ദ്രമന്ത്രിസഭ, സംസ്ഥാന മന്ത്രിസഭ അല്ലേ. കേന്ദ്രത്തിൽ പാർലമെൻറ്റ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ പാർലമെൻറ്റ് ഉള്ളതുപോലെ സംസ്ഥാനങ്ങളിൽ നിയമസഭകളുണ്ട്. പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സംസ്ഥാന നിയമസഭയിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും, അതേപോലെ സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാൻ കഴിയില്ല. അപ്പോൾ പാർലമെൻറ്റിലായാലും സംസ്ഥാന നിയമസഭയിലായാലും അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എങ്കിലേ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ടേക്ക് ഇവിടെ തുടരാൻ കഴിയുകയുള്ളൂ.
അപ്പോൾ ഭൂരിപക്ഷം പ്രധാനമാണ്. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. അപ്പോൾ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും ഉറപ്പാക്കുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്, അല്ലേ? നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന MLA, MP, മന്ത്രിമാരൊക്കെയാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അപ്പം ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിരിക്കും മുകളിൽ ചെന്ന് പല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങോട്ട് മുകളിലേക്കുള്ള മന്ത്രിമാരെയും രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത്. എന്നാൽ നേരിട്ട് ഭരണത്തലവനെ, പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. നമ്മൾ പ്രസിഡന്റിന് എന്ത് ചെയ്യാറില്ല, വോട്ട് ചെയ്യാറില്ല, അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാത്തതിന് കാരണം നമ്മുടെ ജനപ്രതിനിധികൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് തുടങ്ങിയവ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി മൗലിക അവകാശങ്ങളിലേക്ക് വരാം. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വരുത്തുന്ന അവകാശങ്ങൾ. അപ്പോൾ പൗരന്മാർക്ക് ഉറപ്പായിട്ടും കിട്ടേണ്ട അവകാശങ്ങളാണ്. അത് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. അപ്പം മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ഏതൊരു പൗരനും കോടതിയെ സമീപിക്കാം. ഒന്നുകിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ, ഇവിടെ ആർട്ടിക്കിളൊന്നും കൊടുത്തിട്ടില്ല, അത് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഒന്ന്, സമത്വത്തിനുള്ള അവകാശം, അല്ലേ? അവസര സമത്വം, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരായി കാണാനുള്ള അവകാശം. ദെൻ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അല്ലെ? എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ, നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ ജീവിക്കാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം. ദെൻ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, നമ്മുടെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കാനും അതേപോലെ വിദ്യാഭ്യാസം നേടുന്നതിനും വേണ്ടിയുള്ള അവകാശങ്ങൾ. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, അപ്പോൾ എന്തെങ്കിലും അവകാശങ്ങൾ കിട്ടിയില്ല എങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ അടക്കം നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ പഠിച്ചു വയ്ക്കുക, ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലേ? ദെൻ ഇവിടെ ഒരു ലോഗോ തന്നിട്ടുണ്ട്, വിദ്യാഭ്യാസ അവകാശം, സർവശിക്ഷാ അഭിയാൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ സർവരും പഠിക്കുക, സർവരും വളരുക. അപ്പോൾ ഇതൊരു ഗവൺമെൻറ് പദ്ധതിയുടെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ലോഗോയും അതിൻ്റെ മോട്ടോയൊക്കെയാണ്. ഈ ചിത്രം സൂചിപ്പിക്കുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം മൗലികാവകാശമാണ് കേട്ടോ. പൊതുവിദ്യാലയങ്ങളിലാണ് കേട്ടോ, പൊതുവിദ്യാലയങ്ങളിൽ. ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 21A ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. വിദ്യാഭ്യാസം മൗലികാവകാശമാണെന്ന് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 21A പ്രകാരമാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മൗലിക അവകാശം രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പദ്ധതികളിൽ ഒന്നായ സർവശിക്ഷാ അഭിയാൻ്റെ ലോഗോയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത മൗലിക കർത്തവ്യങ്ങൾ. മൗലിക അവകാശം പറഞ്ഞു, ഇനി മൗലിക കർത്തവ്യങ്ങൾ. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് പോലെ മൗലിക കർത്തവ്യങ്ങളും നാം എന്തൊക്കെ അങ്ങോട്ട് ചെയ്യണം, ഒരു പൗരൻ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, അതാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. മൗലിക കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ രണ്ടും ഒന്നാണ്.
ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നിറവേറ്റേണ്ട കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് അതിൻ്റെ ആകത്തുക. പിന്നീട് ആർട്ടിക്കിൾ അടക്കം നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഭരണഘടനയെ കാത്തു സൂക്ഷിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കുക. ഇതെല്ലാം നമ്മുടെ കടമകളാണ്, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് പോകുന്നത്. അല്ലേ, നമുക്കെല്ലാം ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. അപ്പോൾ നമ്മളും അങ്ങോട്ട് കുറച്ച് കടമകൾ പാലിക്കേണ്ടതുണ്ട്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾക്ക് നിലനിൽപ്പില്ല. അല്ലേ, നമുക്ക് എന്തെങ്കിലും കടമകൾ ചെയ്താൽ മാത്രമേ അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കാനുള്ള ഒരു ന്യായമായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. അല്ലേ, അതാണ് ഒരു ലോജിക് എന്ന് പറയുന്നത്. ദെൻ നിർദ്ദേശ തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. താഴെ കുറച്ച് കൊളാഷ് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു പോകാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം, ഒരു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തുല്യവേതനം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി നമ്മൾ ഇവിടെ പറയുന്നു. ദെൻ വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം. അപ്പോൾ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊളാഷാണത്. സാമ്പത്തിക സാമൂഹിക പിന്നോക്കരായ ആളുകൾക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുന്നു. അപ്പോൾ സമത്വത്തിന് വേണ്ടിയുള്ള ആ ഒരു പദ്ധതിയാണ്. പുരാതന കോട്ടകളുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. അപ്പോൾ നമ്മുടെ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കൊളാഷ് എന്തൊക്കെയാണ് പറയുന്നത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക, അതാണ് ആദ്യത്തെ പദ്ധതിയിൽ പറഞ്ഞത്. ദെൻ രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക, അതാണ് രണ്ടാമത് പറഞ്ഞത്. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യങ്ങളുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക, അതാണ് അവിടെ കോട്ടകൾ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത്. സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. അപ്പോൾ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുക. അപ്പോൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ, അപ്പോൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹ്യ നീതി, നമ്മുടെ സമൂഹത്തിൽ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറച്ച് തത്വങ്ങൾ രാഷ്ട്രഭരണത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. ആ നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും നിർദ്ദേശക തത്വങ്ങളാണ് നമ്മൾ മുകളിൽ സൂചിപ്പിച്ചത്. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും മാർഗനിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഇത് നല്ലതാണ്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെൻറ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ എന്ത് ചെയ്യും, ശ്രമിക്കും. നിയമനിർമ്മാണ പ്രക്രിയയിൽ പുതിയ നിയമങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇവകൾ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കും. നേരത്തെ പറഞ്ഞു മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം നേടാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ നിർദ്ദേശക തത്വങ്ങൾ രാജ്യം ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമാണ്. ഇത് നടപ്പിലാക്കില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രം അത് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പാക്കപ്പെടുന്നത്. അപ്പോൾ ഗവൺമെൻറ്റും ജനങ്ങളും എത്രമാത്രം സഹകരിക്കുന്നു, എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യമുണ്ട്, അതനുസരിച്ചാണ് ഇവ നടപ്പിലാകാൻ പോകുന്നത്. ദെൻ അടുത്ത നിയമവാഴ്ച. നമ്മൾ പറഞ്ഞു നിയമവാഴ്ച എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഇത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല, ഓർത്തു വയ്ക്കുക. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. എന്താണ് ഇതിനർത്ഥം? ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോടുകൂടിയാണ് നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത്.
നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നിയമവാഴ്ച നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ ഭരണഘടന ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതാണ് നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, അവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ദെൻ സംയുക്ത ഭരണ വ്യവസ്ഥ, ഫെഡറൽ സിസ്റ്റം. നമ്മുടെ രാജ്യം ഫെഡറൽ സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു വാർത്ത വായിക്കാം. ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കി. ന്യൂഡൽഹി ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് പാസാക്കി. സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി. ഇപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്, പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വാർത്ത ശ്രദ്ധിച്ചോ. 2013 പാർലമെന്റ് അംഗീകരിച്ച് നിയമമായ ഒരു പ്രധാന ബില്ലാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് അംഗീകരിച്ച് നിയമമായത് 2013 ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഭക്ഷ്യസുരക്ഷാ ബില്ലിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണ വസ്തുക്കൾ കിട്ടുക, അതിൻ്റെ ലഭ്യത ഉണ്ടാവുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണെങ്കിലും ഇത് നടപ്പിലാക്കാൻ ആരുടെ സഹായം വേണം? സംസ്ഥാന സർക്കാർ സഹകരിക്കണം. ഇനി സംസ്ഥാന ഗവൺമെന്റുകൾ ഇത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് ഇന്ത്യയിലുള്ളത് അല്ലേ. കേന്ദ്രം, അതിൻ്റെ താഴെ സംസ്ഥാനം, സംസ്ഥാനത്തിൻ്റെ താഴെ ജില്ല, പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം പരസ്പരം അധികാരങ്ങൾ പങ്കിട്ടെടുത്താണ് ഭരണരീതി നടത്തുന്നത്. ഈ സംയുക്ത ഭരണ വ്യവസ്ഥയെ അറിയപ്പെടുന്ന പേരാണ് ഈ ഭരണ വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സംയുക്ത ഭരണ വ്യവസ്ഥ. സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ, അപ്പോൾ അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണെങ്കിൽ അതിന് നമ്മൾ പറയുക ഏകായത്ത ഭരണ വ്യവസ്ഥ. ഏകായത്ത ഭരണവ്യവസ്ഥ. നമ്മുടേത് അങ്ങനെയല്ല, നമ്മുടെ സംയുക്ത ഭരണ വ്യവസ്ഥയാണ്, ഫെഡറൽ സിസ്റ്റമാണ്. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യവും നിറഞ്ഞതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഫെഡറൽ സംവിധാനം സഹായിക്കുന്നു. ഫെഡറൽ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിച്ചു നിർത്താൻ സഹായിക്കുന്നു. എഴുതപ്പെട്ട ഭരണഘടന അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലേ. ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട് അല്ലേ. ഇപ്പോൾ ലോകത്തിൽ എഴുതി രേഖപ്പെടുത്തിയ ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ളതും അല്ലാത്തതും. ഇപ്പോൾ എഴുതപ്പെടാത്തതെന്ന് പറയുമ്പോൾ പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല എന്നേ മനസ്സിലാക്കാവൂ കേട്ടോ, അല്ലാതെ തോന്നിയതുപോലെ ചെയ്യാമെന്നല്ല. എഴുതപ്പെട്ടെന്ന് പറയുമ്പോൾ എഴുതി അതൊരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്, അതാണ് എഴുതപ്പെട്ടത്. എഴുതപ്പെടാത്തെന്ന് പറയുമ്പോൾ അങ്ങനെ പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലാതെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ ചെറിയ ലഘുലേഖകളും രേഖകളൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ. അപ്പോൾ ഇവിടെ രേഖയുണ്ട്, പുസ്തക രൂപത്തിലല്ല എന്നേ അർത്ഥമുള്ളൂ. ഇത്തരം ഭരണഘടനയിൽ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ രാജശാസനകൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിൽ നിലകൊള്ളുന്നു. അപ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിളും മറ്റു കാര്യങ്ങളൊന്നുമല്ല. അവിടെ ഭരണഘടനാപരമായിട്ടുള്ള ചില നിയമങ്ങളും ചട്ടങ്ങളും, രാജ്യശാസനകൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നിവയൊക്കെയാണ്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന എവിടെയൊക്കെയാണ്, എഴുതപ്പെടാത്തത് എവിടെയൊക്കെയാണെന്ന് PSC സ്ഥിരം ചോദിക്കുന്നതാണ്. എഴുതപ്പെട്ടത് നമ്മുടെ ഇന്ത്യ, പിന്നെ അമേരിക്ക. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ് എന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. ദെൻ ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. എഴുതപ്പെടാത്തത് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് പഠിച്ചു വയ്ക്കുക, എപ്പോഴും ചോദിക്കുന്നത്. ദെൻ സ്വതന്ത്ര നീതി ന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതി ന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തിനുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. ഭരണകൂടത്തിൻ്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായ, അപ്പോൾ ഭരണകൂടത്തിന് മറ്റ് രണ്ട്
കാറ്റഗറീസ് കൂടിയുണ്ട്, വിഭാഗങ്ങൾ കൂടിയുണ്ട്. ഒന്ന് നിയമനിർമ്മാണ സഭ, മറ്റൊന്ന് കാര്യനിർവഹണ വിഭാഗം. അപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ സഭ, അത് നിർവഹിക്കുന്നത് കാര്യനിർവഹണ വിഭാഗം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവകൾ രണ്ടിൻ്റെയും സ്വാധീനത്തിൽ നിന്നും നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. അപ്പോൾ നമ്മുടെ ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ ജുഡീഷ്യറിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റ് രണ്ട് വിഭാഗങ്ങളിൽ നിന്നും ഇത് സ്വതന്ത്രമായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. അപ്പോൾ നമ്മുടെ ഒരു സവിശേഷതയാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ അതെന്താണെന്ന് ഇനി കൺഫ്യൂഷൻ വരരുത്. ഇനി ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, അതിൻ്റെ താഴെ ഹൈക്കോടതി, ദെൻ ജില്ലാ കോടതി, ജില്ലാ കോടതിക്ക് കീഴിൽ സബ് കോടതികളുണ്ടാകും. അതിൽപ്പെട്ടതാണ് മുൻസിഫ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും. അപ്പോൾ ഏറ്റവും താഴെ വരുന്നത് മുൻസിഫും മജിസ്ട്രേറ്റ് കോടതികളാണ്. മുൻസിഫ് കോടതികളിലാണ് സിവിൽ കേസുകൾ വരുന്നത്, മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രിമിനൽ കേസുകൾ. കേട്ടോ, ക്രിമിനൽ കേസുകൾ എടുക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയിലും സിവിൽ കേസുകൾ എടുക്കുന്നത് മുൻസിഫ് കോടതികളിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി സംസ്ഥാനങ്ങളിൽ ഏതെന്ന് ചോദിച്ചാൽ ഹൈക്കോടതി. ഇനി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി, അത് സിവിൽ കേസാണെങ്കിൽ മുൻസിഫ്. ക്രിമിനൽ കേസുകളായിട്ട് ബന്ധപ്പെട്ട താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ഓക്കെ അല്ലേ? ഇനി ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള വ്യവസ്ഥ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാക്കി. അപ്പോൾ ആദ്യ സമയത്ത് അതുണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായിരുന്നു? ഇല്ല, അല്ലേ? അന്ന് അത് മൗലിക അവകാശമല്ലായിരുന്നു. ഇതങ്ങനെ അല്ലായിരുന്നുവെന്നും പിന്നീട് മൗലിക അവകാശമായതും ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച പരാമർശം ഭരണഘടനയിൽ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടന ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായത്. 2002 പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടന ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാകുന്നത്. അപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താറുണ്ട്. അപ്പോൾ ചിലത് കൂട്ടിച്ചേർക്കും, ചില കാര്യങ്ങൾ ഒഴിവാക്കും. ഇതിനെ ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നു. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ ചിലത് കൂട്ടിച്ചേർക്കുന്നു, ചിലത് ഒഴിവാക്കുന്നു. ഇതാണ് ഭരണഘടനാ ഭേദഗതി. കാലഘട്ടം അനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് ആരാണ്? പാർലമെന്റാണ്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണല്ലോ. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും മാറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചല്ലോ, പരമാധികാരം, ജനാധിപത്യം, മതേതരത്വം. അവിടെയൊന്നും മാറ്റം വരുത്താൻ ആർക്ക് അവകാശമില്ല? പാർലമെന്റിന് അവകാശമില്ല. സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്നു. സ്വത്തവകാശം അല്ലേ, മൗലിക അവകാശമായിരുന്നു. എന്നാൽ 44ാം ഭേദഗതി അനുസരിച്ച് അത് മൗലിക അവകാശമല്ല, ഇപ്പോൾ ഒരു നിയമാവകാശമാണ് അല്ലേ. അപ്പോൾ അതുകൂടി ഓർക്കുക, സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു, ഇന്നത് മൗലിക അവകാശമല്ല. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യക്കാരായ നാം ഓരോരുത്തരും ഭരണഘടന അനുസരിച്ച് ജീവിക്കാനും ഭരണഘടന കാത്തു സൂക്ഷിക്കാനും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഭരണഘടന പ്രകാരമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഒരു രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളുടെയും അടിസ്ഥാന ആശയങ്ങളുടെയും തത്വങ്ങളുടെയും സംഹിതയാണ് ഭരണഘടന എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞു. ഭരണഘടന എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭ നിരന്തരമായൊരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയതെന്ന് പറഞ്ഞു. ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലികാവകാശങ്ങളും കടമകളും വിശദീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും നടക്കാറുണ്ട്, അതിനെ ഭേദഗതി എന്ന് പറയും എന്നും നമ്മൾ പറഞ്ഞു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് നമുക്ക് തുടർന്ന് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് SCERT ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യണം, NCERTയിലേക്ക് കടക്കണം, അഡീഷണൽ ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ സ്പീഡിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ചാനലിൽ കിട്ടുന്ന പിന്തുണയാണ് അതിനെല്ലാം നിശ്ചയിക്കുന്നത്, ഊർജ്ജം നൽകുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുക.
എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലികളിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓൾ ദ ബെസ്റ്റ്.